പിന്നെയും ഏതാണ്ട് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തുന്നത്, അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? പോലീസിൻ്റെ നേതൃത്വത്തിന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ അവർക്ക് വേണ്ടത്ര ഗൗരവമില്ലയോ? അല്ലെങ്കിൽ താഴോട്ടുള്ള പോലീസുകാർ കൃത്യമായി ആക്ട് ചെയ്യുന്നില്ലേ? എന്താണ് ഇതിനുള്ളിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ കിരൺ, നമുക്കറിയാം ഈ പോലീസിൻ്റെയൊക്കെ ചാഞ്ചാട്ടം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ എങ്ങാനും മാറിയാൽ തങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് കരുതി ഈ നിസ്സംഗത പാലിക്കുന്ന പോലീസുകാരുണ്ട്. അല്ലെങ്കിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആക്ട് ചെയ്യാത്ത ഒരു സമീപനമുണ്ട്. ഒരുപക്ഷെ സർക്കാർ മാറി വന്നാൽ തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ തരത്തിലുള്ള ചിന്താഗതിയാണോ? എന്താണ് സംഭവിക്കുന്നത്? കാരണം തുടരെ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ കാര്യത്തിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്? പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിന്, മന്ത്രിയുടെ അടുത്തെത്താതെ നിയന്ത്രിക്കുന്നതിന്, ജീവനും സ്വത്തിനും മന്ത്രിയുടെ കാവലിന് വേണ്ടിയാണ് ഈ പോലീസുകാർ അവരെ അകമ്പടി സേവിക്കുന്നത്. ആ കൃത്യം നിർവഹിക്കുന്നതിൽ പോലീസുകാർ വിജയിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കിരൺ. കാരണം കഴിഞ്ഞ 2 അനുഭവങ്ങൾ, ഇന്നത്തെ അനുഭവവും അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ സമരക്കാർ ചാടിക്കടന്ന സംഭവം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ പോലീസ് അവരുടെ കൃത്യം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നടപ്പാക്കിയോ എന്ന കാര്യത്തിൽ സംശയം അവശേഷിക്കുന്നുണ്ട് കിരൺ. മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണത്തിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചതിന്റെ ഫോട്ടോസാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ ഈ സംഭവത്തെ അപലപിച്ചിരുന്നു. വലിയ രീതിയിൽ ഇത് പ്രതിഷേധാർഹമായ സംഭവമാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതാണ്. തങ്ങളുടെ അനുയായികളെ കയറൂരി വിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്നോ കലാപം ഉണ്ടാക്കാമെന്നോ കോൺഗ്രസ് നേതൃത്വം കരുതരുത് എന്ന കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെയും UDF മുന്നണിയുടെയും നേതൃത്വത്തിന് തന്നെയാണ് എന്ന് നേരത്തെ പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിലെത്തി മന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ നടന്ന ഈ പ്രതിഷേധത്തിൽ ഉയരുകയാണ്. മന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് KSUവിന്റെ പ്രതിഷേധത്തിൽ മന്ത്രിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. കഴുത്തിനാണ് മന്ത്രിക്ക് പരിക്കേറ്റിരിക്കുന്നത്. കഴുത്തിൽ വേദന അനുഭവപ്പെട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകുകയാണ്. കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. മന്ത്രിയുടെ കഴുത്തിനും കയ്യിലും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് മന്ത്രി ഇപ്പോൾ ഉള്ളത്. അവിടെ എത്തിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വീണ ജോർജിനെ സന്ദർശിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. കണ്ണൂർ നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. DYFIയുടെയും CPM-ന്റെയും നേതൃത്വത്തിലൊക്കെയുള്ള പ്രതിഷേധം നടക്കുന്നു. CPM-ന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം വലിയ രീതിയിൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് KSU രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കാണുകയാണ്. നാടകമാണ്, രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നാടകമാണ് ഈ പറയുന്നത് എന്നതാണ് KSU ചൂണ്ടിക്കാട്ടുന്നത്. ഷമാസിന്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നാടകം എന്ന നിലയിലാണ് KSU ഇതിനെ അവതരിപ്പിക്കുന്നത്. അതേസമയം വലിയ പ്രതിഷേധമുയരുന്നു. ഒരു തരത്തിലും ഈ രീതിയിലുള്ള സമരങ്ങളെ കാണാൻ കഴിയുകയില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. വീണയ്ക്കെതിരായ അക്രമം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയം എന്നതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ KK ശൈലജ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശൈലജ ടീച്ചർ, താങ്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്ന വിവരമുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിയോ? എന്താണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ? അതെ, ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപലപനീയമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്.
ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാനെത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ കുറേയേറെ ഗുണ്ടകൾ അവിടെ ആശുപത്രിയിൽ കയറി മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വാർത്ത. മന്ത്രിക്ക് നല്ല പരിക്ക് കഴുത്തിന് പറ്റിയിരിക്കുന്നു. പ്രതിഷേധ പ്രകടനമൊക്കെ നമ്മൾ നടത്താറുണ്ട്. പക്ഷെ ഇങ്ങനെ നേരിട്ട് ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത് ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നാടല്ലേ. എങ്ങനെയാണ് മന്ത്രിമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെല്ലാം പ്രവർത്തിക്കുക? രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? അപ്പൊ ഇത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ രീതി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കേരളം എത്രമാത്രം അസ്വസ്ഥമായിട്ട് മാറും. അതുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ തന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കണം. വളരെ മോശമായിട്ടുള്ള കയ്യേറ്റമാണ് ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും കെ ശൈലജ ടീച്ചർ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഔദ്യോഗിക വസതിയിൽ റീത്ത് വെക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തും പ്രതിഷേധം ഏത് നിലയിൽ വരെ ആകാം എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ച സമൂഹത്തിൽ നടന്നതാണ്. അതിന് പിന്നാലെയാണ് ഒരു വനിതാ മന്ത്രിയെ ശാരീരികമായി നേരിടുന്ന തരത്തിലുള്ള ഈ പ്രതിഷേധം കൂടി അരങ്ങേറുന്നത്, അതും ഇത്രയും സുരക്ഷയിൽ പോകുമ്പോൾ പോലും. അതാണ് പറഞ്ഞത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇത് ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവരെന്തുമാകാമെന്ന് പറയുന്ന ഒരു സ്ഥിതി. ഇതാണോ രാഷ്ട്രീയം? ഇതിനെയാണോ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്? നേർക്കുനേർ അവനവന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞൂടെ? പ്രതിപക്ഷം നിയമസഭയിൽ പോലും ഒരു കാര്യവും ചർച്ച ചെയ്യാൻ പോലും ഇത്തവണ തയ്യാറായില്ല. അവർക്കൊന്നും പറയാനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച്. പറയാനുണ്ടെങ്കിൽ അസംബ്ലിയിൽ ചർച്ചക്ക് പോലും അവർ തയ്യാറായിട്ടില്ലല്ലോ. അവരിറങ്ങിപ്പോയി ഇതുപോലെ പ്രതിഷേധിക്കുക ചെയ്തത്. ഇപ്പം മന്ത്രിമാരെ ഇങ്ങനെ, അതൊരു വനിതാ മന്ത്രിയെ, അതും റെയിൽവേ സ്റ്റേഷനിൽ എത്രയധികം ആളുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ വന്നിട്ട് ഇതുപോലത്തുള്ള വലിയ തോതിലുള്ള അതിക്രമം കാണിക്കുമ്പോൾ എത്ര പേർക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്? അതൊരു മന്ത്രിക്ക് നേരെ കയ്യേറ്റം നടക്കുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ പ്രശ്നമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഇതിനു വേണ്ടിയിട്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്, ഇത് ആസൂത്രിതമാണെന്നാണ് കരുതുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുക എന്നുള്ളത്. പാടില്ലാത്തതാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ ഈ നിലയിലേക്ക് ആകരുത് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ്. അത് ഓരോ ഘട്ടത്തിലും ഓർമ്മപ്പെടുത്തുന്നതുമാണ്. ശൈലജ ടീച്ചർ നോക്കൂ, ഇത്തരം ഒരു സംഭവം ഉണ്ടായി, അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ കൂടി കാണണമല്ലോ. PA മുഹമ്മദ് ഷമ്മാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം മുമ്പ് വന്നതാണ്. 2026 മികച്ച നടിക്കുള്ള പുരസ്കാരം വീണ ജോർജിന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ലൈക്കും ഷെയറും ഒക്കെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു ഹീനമായ സംഭവം ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന ഈ പ്രതികരണങ്ങളെ ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? അതെ, ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ലൈക്കും ഷെയറും കൊടുക്കാൻ ആളുകളുണ്ട്. അത്തരത്തിൽ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത്. ഇത് ശരിക്കും എല്ലാവരും അപലപിക്കേണ്ട ഒരു വിഷയമല്ലേ. ഒരു സ്ത്രീ, ഒരു വനിതാ മന്ത്രി, അവരെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവര് ട്രെയിനിൽ കയറാൻ പോവുമല്ലേ, അവിടെ ചാടി വീണിട്ടാണോ പ്രതിഷേധിക്കേണ്ടത്? അതും പ്രതിഷേധമാണോ ഇത് ആക്രമണമല്ലേ? അതുകൊണ്ട് ഇത്തരം ആക്രമണം നടത്തിയത് അതിശക്തമായിട്ട് അതിനെ അപലപിക്കാൻ എല്ലാവരും തയ്യാറാകണം, പ്രതിഷേധിക്കാൻ തയ്യാറാവണം. ശരിയല്ല, ഇത് ഇങ്ങനെ തുടരരുത് കേരളത്തിൽ. മുഹമ്മദ് ഷമ്മാസിന്റെ പ്രതികരണമാണല്ലോ വരുന്നത്. അപ്പോൾ നേതൃത്വം ആഹ്വാനം ചെയ്ത ഒരു ആസൂത്രിതമായിട്ടുള്ള ഈ അറ്റാക്കാണ് അവിടെ നടന്നത് എന്ന ഒരു ആരോപണം ഉണ്ടോ ടീച്ചർക്ക്? ഹലോ, കേൾക്കാമോ ടീച്ചർ? ഒരു മിനിറ്റ്, ഞാൻ ഇവരുടെ നമ്മുടെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആളുകൾ പ്രകടനം നടത്തിയാണ്, അതിന്റെ അടുത്താണുള്ളത്. ഞാൻ അതിലൊന്ന് ജോയിൻ ചെയ്യാണ് കേട്ടോ. ശരി ഓക്കെ. അതിനുശേഷം ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ടീച്ചറിനെ ഒരിക്കൽ കൂടി ബന്ധപ്പെടാൻ ശ്രമിക്കാം. എന്തായാലും വളരെ ഹീനമായിട്ടുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കെ ശൈലജ ടീച്ചർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു സ്ഥലത്ത് ധാരാളം ആളുകൾ വരുന്ന ഇടത്ത് ഇത്രയധികം സുരക്ഷയിലായിരുന്നിട്ട് പോലും ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ഉണ്ടായത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.